ഇന്ന് വരെ കണ്ടമാലിൽ ഒരു ക്രിസ്ത്യാനി ഹിന്ദുവായിട്ടില്ല. അതിന് പകരം ആയിരക്കണക്കിന് ഹിന്ദുക്കൾ, സംഘപരിവാറിൻ്റെ നേതാക്കൾ വരെ ക്രിസ്ത്യാനി. അപ്പോൾ ഇവരോട് റിഫ്യൂസ് ചെയ്തവരെ ചുട്ടുകരിച്ചു. ബേൺഡ് അലൈവ്, ബറീഡ് അലൈവ്, ചോപ്ഡ് ഇൻടു പീസസ്. ഈ സ്വാമി ലക്ഷ്മണാനന്ദയെ കൊല്ലേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? 300 പള്ളികൾ, ഇമാജിൻ, ഒരു ജില്ലയിൽ 300 പള്ളികൾ തകർത്തു. നമസ്കാരം. ഇന്ന് KCBC മീഡിയ കമ്മീഷൻ്റെ സംവാദ പരിപാടിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു സാധാരണക്കാരനല്ല. 2008 സംഭവിച്ച കണ്ടമാൽ ക്രൈസ്തവ പീഡനം നമുക്കറിയാം. കണ്ടമാൽ രക്തസാക്ഷികളുടെ സുവിശേഷകനെയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട ആൻഡോ അക്കര സാറ്, ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഹൂ കിൽഡ് സ്വാമി ലക്ഷ്മണാനന്ദയിലെ കുൽദീപ് നയ്യാരുടെ ഫോർവേഡിൽ നിന്ന് വായിച്ചുകൊണ്ട് തുടങ്ങാം. ദ ഐഡിയ ഓഫ് ഇന്ത്യ ഫോർ വിച്ച് thousands ഓഫ് പീപ്പിൾ ഹാവ് സാക്രിഫൈസ്ഡ് ദർ ലൈഫ്സ് ഈസ് എൻഡേഞ്ചേർഡ് വൺസ് അഗെയിൻ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അദ്ദേഹം പറയുന്നു, സെക്കുലറിസം മേ ഓൾസോ ബിഗിൻ ടു ബ്രീത്ത് അഗെയിൻ. Otherwise, the lengthening shadows of communalism may darken the nation's future for a long time to come. വളരെ തീവ്രമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് മതം മാറണമെന്നുള്ള ആവശ്യം അവർ ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് നേരിടാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് 100 കണക്കിന് ജീവിതം, 1000 ഭവനങ്ങൾ, 10,000 ആളുകൾ കാടുകളിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. ഇതെല്ലാം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് പ്രിയപ്പെട്ട ആൻഡോ ചേട്ടനാണ്. 2008 ആ സംഭവങ്ങളൊന്ന് ഓർമ്മിച്ചെടുക്കാമോ? ഞാൻ പറയാൻ മിസ്റ്റീരിയസ് ആർ ദ വേസ് ഓഫ് ഗോഡ്. ഞാനെങ്ങനെ കണ്ടമാൽ ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് ഇൻ്റർനാഷണൽ ജേർണലിസ്റ്റാണ്. ഒരു 30 കൊല്ലം കഴിഞ്ഞു. 1990 ജേർണലിസം തുടങ്ങിയതാണ് ഡൽഹിയിൽ നിന്ന്, ഇൻ്റർനാഷണൽ ലെവലിൽ. നമ്മൾ പലയിടത്തും പോയിട്ടുണ്ട്. ശ്രീലങ്കയിൽ പോയിട്ടുണ്ട്. വാറിൽ LTTയുടെ ഗസ്റ്റായിട്ട് ഇന്ന് താമസിച്ചിട്ടുണ്ട്. ശ്രീലങ്കൻ പട്ടാളം ടാങ്കർ വെച്ച് നമ്മൾ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. മ്യാൻമാറിൽ പോയിട്ട് അവിടെയും നമ്മളെ സെർച്ച് ചെയ്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. നേപ്പാളും ബംഗ്ലാദേശ്, സൗത്ത് ഏഷ്യ കറസ്പോണ്ടൻ്റ് നൽകി. പക്ഷെ കണ്ടമാലിൽ അങ്ങനെ പോയതാണ്. കാരണം ആദ്യത്തെ റൗണ്ട് ക്രിസ്മസ് വയലൻസ് എന്ന് പറഞ്ഞ് 2007 ക്രിസ്മസിന് റൗണ്ട് വയലൻസ് ഉണ്ടായി. പള്ളികളൊക്കെ തകർത്ത്, ക്രിസ്മസിന് മരങ്ങൾ മുറിച്ച്, ടെലിഫോൺ ലൈൻ കട്ട് ചെയ്ത്, ഇലക്ട്രിക് ലൈൻ കട്ട് ചെയ്തപ്പോൾ നമ്മൾ അവിടെ ആദ്യം എത്തിയ ഒരാളാണ് ഞാൻ. നമ്മുടെ കേരളത്തിലെ 2 MP കൂടെ. ഇത് ഡൽഹിയിൽ നിന്ന് PC തോമസ്, പിന്നെ ഫ്രാൻസിസ് ജോർജ്, ഇടുക്കി MP. അത് കഴിഞ്ഞിട്ട് ഒരു ടേണിംഗ് പോയിന്റാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം നമ്മൾ പാസ് സെൻറ്ററിൽ നിൽക്കുമ്പോൾ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വന്നു. MP ആനി രാജ, ഇവരെ പോലും അറ്റാക്ക് ചെയ്യാൻ ആ ഒരു തരം ഒരു ഭീകര അന്തരീക്ഷമാണ്. അന്ന് സ്വാമി ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു സ്ഥലം വിടാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഫുൽബാനി ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ വന്നു. കണ്ടമാലിൻ്റെ ജില്ലാ ആസ്ഥാനമാണ് ഫുൽബാനി വന്നപ്പോൾ നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേറെ ചില സ്ഥലങ്ങളിൽ പോകാണ്ട്, ഇവിടെ അപകടമാണ്, നമുക്ക് പോയി. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു തീരുമാനം ഇതിൻ്റെ തുടക്കമാണ്. പക്ഷെ അന്ന് അത് 2007 ക്രിസ്മസിന് ആ സമയത്താണ്, എൻഡിലാണ്. അത് കഴിഞ്ഞ് 2008 ഓഗസ്റ്റിലാണ് സ്വാമി കൊല്ലപ്പെടുന്നത്. എനിക്കന്ന് ഉറപ്പായിരുന്നു വാർത്ത വന്നപ്പോൾ ഇത് പ്രശ്നമാണ്. അപ്പം ഈ സ്വാമി ആര് കൊന്നു എന്ന് നമുക്ക് അപ്പറിയില്ല. സാറിന്റെ ബുക്കുകളിൽ 1984 മുതലുള്ള ഒരു ക്രിസ്ത്യൻ വേട്ടയുടെ നാൾവഴികൾ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ സ്വാമി ലക്ഷ്മണാനന്ദയെ കൊല്ലേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? അങ്ങനെ ഒരു കഥ അത് ഇതാണ്. ഈ സ്വാമി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒറീസയിലെ ഫൗണ്ടറും ഒറീസ പ്രസിഡന്റുമാണ്. സ്വാമി പറയുന്നത് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്. അപ്പോൾ ഇവിടെ കണ്ടമാലിൽ പ്രശ്നം, ഒറീസയിൽ ഇപ്പോൾ 2% പോലും ക്രിസ്ത്യാനികളില്ല. പക്ഷേ കണ്ടമാലിൽ 20% ഈ കാടുകളിൽ 20% അത് മിഷണറി വർക്കാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ലാതെ ക്രിസ്ത്യാനികൾ തന്നെ പൊട്ടിമുളയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മിഷൻ വർക്ക് അവിടെ നടന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ഫാക്ട്. അപ്പോൾ സ്വാമി പറയുന്നത് ഈ ക്രിസ്ത്യൻസ് ആർ ഫോറിനേഴ്സ് ബിലീവിങ് ഇൻ എ ഫോറിൻ ഗോഡ്, സോ യു മസ്റ്റ് ബാനിഷ് ദം. അപ്പോൾ ആള് പോകും. രാജാവാണ്. പോലീസ് എസ്കോർട്ട് ഉണ്ട് സ്വാമിക്ക്. സ്വാമി പോലീസ് എസ്കോർട്ടിൽ പോകുമ്പോൾ ഓരോ ഗ്രാമത്തിൽ പോയി ക്യാമ്പ് ചെയ്യും. ആളുടെ രഥയാത്ര എന്നാണ് പറയും. രഥയാത്ര നിർത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ക്രിസ്ത്യാനികളൊക്കെ പിടിച്ചു കൊടുന്ന് സ്വാമിയുടെ മുന്നിലിരുത്തി അവരെ തലമുണ്ടനം ചെയ്ത് ചാണകവെള്ളം കുടിപ്പിച്ച് ബൈബിൾ കത്തിക്കാൻ പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയും, അവരെ കൊണ്ട് ഓത്തെടുപ്പിക്കും. ഡ്രെഡ്ഫുൾ ഓത്താണ്. നിങ്ങൾ ഇനി ക്രിസ്തു മതത്തിലേക്ക് തിരിച്ചു പോയാൽ കടുവകൾ നിങ്ങളുടെ കുട്ടികളെ തിന്നട്ടെ, സിംഹം നിങ്ങളുടെ കുട്ടികളെ പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരെ വിരിപ്പിക്കും. പക്ഷേ ഇവർ ക്രിസ്ത്യാനികൾ ഇത് മടുത്തു. അപ്പോൾ അവർ അതിലെ ഒരു രസാനന്ദ പ്രധാന ആദിത്യ രക്തസാക്ഷിയുടെ ചേട്ടന്മാർ 2 പേര് ഇന്ത്യക്ക് വേണ്ടി കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തത്. ആൾ തന്നെ എന്നോട് പറഞ്ഞതാണ് ആ സീക്വൻസ്. ഇങ്ങനെയൊക്കെയാണ് നടന്നിരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ഇവർ സമ്മതിച്ചില്ല. ഇവരൊക്കെ ഫാദർ നല്ല സ്ട്രോങ് മാൻ, നല്ല സോളിഡ് പീപ്പിൾ.
അപ്പോൾ അവരെന്ത് ചെയ്തു, അവരുടെ വീട് അന്ന് ആളുടെ വീട് 70കളിൽ തകർത്തുണ്ട്. 70കളിലെ ഞാൻ പറയുന്നത്, 77 അവരുടെ വീട് അന്ന് തകർക്കണേ, സ്വാമിയുടെ റീകൺവേർഷന് പോകാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് അവിടെയുണ്ട്. എന്താണ്, സ്വാമി വാസ് അഗൻസ്റ്റ് ക്രിസ്ത്യൻസ് നാച്ചുറലി എവിടെ പോയാലും ഇവർ ഹരാസ് ചെയ്യുന്നു. അങ്ങനെ 2008 സ്വാമിയെ കൊല്ലുമ്പോൾ ഈ പ്രൊപ്പഗാൻഡ നടത്താൻ എളുപ്പമാണ്. ആരാണ് സ്വാമിയെ കൊന്നത്? ക്രിസ്ത്യാനികൾ. കാരണം ഇതിൻ്റെ പിന്നിൽ ഇപ്പം ഞാനിത് സീക്വൻസിൽ പറഞ്ഞു പോയാൽ പറ്റില്ല. അപ്പം ഞാൻ സ്റ്റംബിൾ ചെയ്തതാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവിടെ വയലൻസ് ഉണ്ടായപ്പോൾ ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് വീണ്ടും പോയി, ക്രിസ്മസിന് പോയിരുന്നു. അത് കഴിഞ്ഞ് ചെന്ന് അപ്പോൾ ക്രിസ്ത്യാനികൾ 100ഓളം പേര് കൊല്ലപ്പെട്ടു. അവർ പറഞ്ഞു ക്രിസ്ത്യാനികൾ സ്വാമിയെ കൊന്നിരിക്കുന്നു, അതുകൊണ്ട് കണ്ടമാലിൽ ക്രിസ്തു മതം നിരോധിച്ചിരിക്കുന്നു. നമ്മുടെ ഒരു ഏളി ക്രിസ്ത്യൻ പാരലാണ്. റോമ സാമ്രാജ്യത്തിലെ അന്തരീക്ഷമാണ്. ക്രിസ്തു മതം ഇല്ലീഗലാണ്. എല്ലാ ക്രിസ്ത്യൻസും അമ്പലത്തിൽ പോയി പരിവർത്തനം നടത്തണം. പുനഃന്ന് പറയാൻ പറ്റില്ല, കാരണം ചിലർ ജനറേഷനായിട്ട് ക്രിസ്ത്യനാണ്. അപ്പോൾ അവർ അങ്ങനെ പോകാൻ പറഞ്ഞപ്പോൾ ഇവർ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യും? എവിടെയാണ് എൻ്റെ ടേണിംഗ് പോയിന്റ് വരുന്നത്? ഞാൻ പറയുന്ന മാത്യു 16:24, ഇഫ് യു വാണ്ട് ടു ഫോളോ മീ forsake everything, carry the cross and come. ഇതാണ് കണ്ടമാലിലെ ക്രിസ്ത്യാനികൾ ചെയ്തത്. ഇവരോട് പറഞ്ഞു ക്രിസ്തുമതം നിരോധിച്ചിരിക്കുന്നു, അമ്പലത്തിൽ പോകാൻ പറഞ്ഞ് റീകൺവേർഷന് പോകാൻ. അല്ലാതെ വെറുതെ ഒരു റയറ്റായിട്ട് കണ്ടമാലിനെ ചിത്രീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. മനസ്സിലായിട്ടില്ല കണ്ടമാൽ എന്താണെന്ന് പറയുന്നത്. കണ്ടമാൽ വാസ് നോട്ട് എ റയറ്റ്. ഇന്ത്യയിൽ ഒരുപാട് വർഗീയ ലഹളകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് വാസ് നോട്ട് ദൊങ്ക. ഹിന്ദിയിൽ പറയുന്നത് ദൊങ്ക എന്ന് പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ റയറ്റ്സ് എന്ന് പറയും, കാർണേജ്. ഇതൊന്നല്ല കണ്ടമാലിൽ നടന്നത്. സിസ്റ്റമാറ്റിക് പെർസിക്യൂഷൻ. അതിൻ്റെ പിന്നിൽ പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട്. പെട്ടെന്ന് എടുത്ത് പറയാതെ പറയണം. അപ്പോൾ അങ്ങനെ സ്വാമിയുടെ ഡെഡ് ബോഡി 2 ദിവസം, ഞാൻ മാപ്പൊക്കെ എൻ്റെ വീഡിയോകളിലൊക്കെ വളരെ പ്രസിദ്ധമാണ്. അത് കൊണ്ട് നടന്നത് ആ ഹിന്ദു, അവർ ഇല്ലിറ്ററേറ്റ്സ് ആണ്. മോസ്റ്റ്ലി 60% പീപ്പിൾ ആർ ഇല്ലിറ്ററേറ്റ്. അവിടെ ഈ ക്രിസ്ത്യാനികളാണ് സ്വാമിയെ കൊന്നത് എന്ന് വരുത്താൻ വേണ്ടി. അപ്പോൾ അവരുടെ വർഗീയ വികാരം ഇളക്കി വിടാനായിട്ട് സ്വാമിയുടെ ഡെഡ് ബോഡി കൊണ്ടു നടന്നു. 2 ദിവസം കർഫ്യൂവിലാണ്. സ്വാമി ഇത്രയും ഹോസ്റ്റിലിറ്റി ഉണ്ട്, സർക്കാർ കർഫ്യൂ പറഞ്ഞത് ഇതൊക്കെ ടോക്കണായിരുന്നു, പക്ഷെ അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്തൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ക്രിസ്തുമതം നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു ഫീലിംഗ് വന്നു, എന്താണ് ക്രിസ്ത്യാനികൾ സ്വാമിയെ കൊന്നു, അതുകൊണ്ട് ക്രിസ്ത്യാനികളെ സിസ്റ്റമാറ്റിക്കായിട്ട് അറ്റാക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ റീകൺവേർഷന് പോകാൻ തയ്യാറാണ്. ബസ്സിൽ നിന്ന് പിടിച്ചിറക്കി രസാനന്ദ് നമ്മുടെ പയ്യനുണ്ട്, രാജേഷ് ദിഗൽ, ഞാൻ സെൻറ്റ് സ്റ്റീഫനോ കണ്ടവന്ന് പറയുന്നു, പിടിച്ചു നിർത്തി. അവനോട് പറഞ്ഞു, നീ കം ടു, ഇതുവരെ നീ ക്രിസ്ത്യാനിയായിരുന്നു, കുഴപ്പമില്ല, പക്ഷേ ഇനി ഇവിടെ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റില്ല, കാരണം നിങ്ങൾ ക്രിസ്ത്യാനിയെ സ്വാമിയെ കൊന്നിരിക്കുന്നു, ക്രിസ്ത്യാനികൾ സ്വാമിയെ കൊന്നിരിക്കുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ഹോബിസ് മൈ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്, ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി നമ്മൾ ആർട്ടിക്കിൾ 25(1). ഒബാമ ഇന്ത്യയിൽ വന്നിട്ട്, ഒബാമയുടെ വിസിറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വളരെ പ്രസിദ്ധമായിരുന്നു. ഒബാമ ലാസ്റ്റ് പറഞ്ഞ യുവർ ആർട്ടിക്കിൾ 25(1), ഒബാമ പറഞ്ഞ വാക്കുകളാണ്. യുവർ ആർട്ടിക്കിൾ 21 സൈസ്, അത് ഇറ്റ് വാസ് മോദി ഗവൺമെൻറ്റിനെ ക്രിട്ടിക്കലായിട്ട് റിലീജിയസ് ഫ്രീഡത്തെ കുറിച്ച് ആൾ പറയാണ്. എവറി സിറ്റിസൺ ഷാൽ ഹാവ് ദ ഫ്രീഡം ടു പ്രീച്ച്, പ്രൊഫസ്, പ്രൊപ്പഗേറ്റ് ഫെയ്ത്ത് ഓഫ് ഹിസ് ചോയ്സ്. അങ്ങനെ ഒരു അധികാരം ഉണ്ടെങ്കിൽ ഞാൻ വൈ ഷുഡ് ഐ കം ഫോർ റീകൺവേർഷൻ? അതാണ് പാസ്റ്റർ ചോദിച്ചത്. ഞാൻ വിറ്റ്നസ് ഉണ്ട്, ഞാനിത് ഇങ്ങനെ പറഞ്ഞത്, ഇത് ഗസ് വർക്കൊന്നുമില്ല. ദർ ഇസ് എ വിറ്റ്നസ് ടു ദാറ്റ്. ഐ മെറ്റ് ഹിം. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അവിടെ എത്തുകയും പിന്നീട് തുടർച്ച് ഒരു 10-14 വർഷമായിട്ട് ഈ കണ്ടമാലിലെ രക്തസാക്ഷികളുടെ ജീവിതം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന്, അവിടെ നിരപരാധികൾ ജയിലിലായവരെ വിമോചിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് എത്രയോ ആളുകളുമായിട്ട് ഒരു പക്ഷേ ഇതിനോടകം ബന്ധപ്പെട്ട് കാണും അല്ലേ? അത് ഇന്ത്യ മുഴുവൻ, ഇന്ത്യക്ക് പുറത്ത് പല ലെവലിലുണ്ട്. അപ്പോൾ ഞാൻ ആ ലിങ്ക് ബേസ് പറയാണ്. അപ്പോൾ ഇവരോട് റിഫ്യൂസ് ചെയ്തവരെ ചുട്ടുകരിച്ചു. ബേൺഡ് അലൈവ്, ബറീഡ് അലൈവ്, ചോപ്ഡ് ഇൻ ടു പീസസ്. ദേ എംബ്രേസ് മാർട്ടിഡം. അല്ലാതെ വെറുതെ ഒരു വർഗീയ ലഹളയല്ല. 300 പള്ളികൾ, ഇമാജിൻ, ഒരു ജില്ലയിൽ 300 പള്ളികൾ തകർത്തു. അപ്പോൾ ഈ അമ്പലത്തിൽ ഇവർ റീകൺവേർഷന് പോകാൻ തയ്യാറാത്തവർ മുഴുവൻ കാട്ടിലേക്ക് ഓടി. അവർ മാത്യു 16:24 ആണ്. അവർ വിശ്വാസത്തിന് വേണ്ടി എന്തും സഹിക്കാൻ അവർ തയ്യാറാണ്. അപ്പോൾ കാരണം ഇവർ അവിടെ കൊണ്ടുപോയി ചാണകവെള്ളം കുടിപ്പിച്ചിരുന്ന ആണക്കേടാണ്. അതിൽ ഗതികെട്ട് പങ്കെടുത്ത കുറച്ച് പേരുണ്ട്. അങ്ങനെ 56,000 പേര് വീട് വിട്ടോടി. അപ്പോൾ വീടുകളൊക്കെ കൊള്ളയടിച്ച് തരിപ്പണായി. മാസങ്ങൾ കഴിഞ്ഞിട്ട്, ആദ്യം റെഫ്യൂജി ക്യാമ്പിലായിരുന്നു, ഇലക്ഷൻ ആയപ്പോൾ റെഫ്യൂജി ക്യാമ്പുകൾ അടച്ചു. അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ചെത്താൻ പറ്റാത്തൊരു ഭീകരാവസ്ഥ. ഇപ്പോൾ 14 കൊല്ലം കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു ഡയമെൻഷനാണ് പറയുന്നത്. 14 കൊല്ലം കഴിഞ്ഞു. ഇന്ന് വരെ കണ്ടമാലിൽ ഒരു ക്രിസ്ത്യാനി ഹിന്ദു ആയിട്ടില്ല. അതിന് പകരം ആയിരക്കണക്കിന് ഹിന്ദുക്കൾ, സംഘപരിവാറിൻ്റെ നേതാക്കൾ വരെ ക്രിസ്ത്യാനി. ഇപ്പം എൻ്റെ ബുക്കിലൊക്കെ പറയുന്നത് സെൻറ്റ് പോൾ ഓഫ് കണ്ടമാൽ. ഇപ്പം എൻ്റെ കയ്യിൽ സെൻറ്റ് പോൾസ് ഓഫ് കണ്ടമാലുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഒരു ഫേക്ക് ജേണിയാണ്. അതിന് ഇൻസ്പിറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ 3ാമത്തെ തവണ, അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോകളെ ഈ കണ്ടമാൽ വയലൻസ് കഴിഞ്ഞിട്ട് ആ ക്രിസ്മസ് സമയത്ത് 2008 ഓഗസ്റ്റിൽ തുടങ്ങി ആഴ്ചകളോളം ഇതിങ്ങനെ അഴിഞ്ഞാടാണ്. കാരണം ഓരോ വില്ലേജിൽ ഡെഡ് ലൈൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് 30 ദിവസം തരുന്നു, 30 ദിവസം ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾ മാറിയിരിക്കണം. ഒരു മാറില്ല, അപ്പോൾ വെടിവെച്ച് കൊന്ന് വെട്ടി നുറുക്കി, ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ കുറച്ച് വിധവകളെ ബാംഗ്ലൂർ കൊണ്ടുവന്നിട്ട് അവർ ട്രീറ്റ്മെൻറ്റിനൊക്കെ വേണ്ടി ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പ്. അവിടെ ഞാൻ പല വിധവകളും ഇവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ
ഈ രാജേഷ് ദിഗൽ എന്ന് പറഞ്ഞ അസ്മിത എന്ന് പറഞ്ഞൊരു സ്ത്രീയെ കണ്ടു. അതിൻ്റെ ഭർത്താവ് ഈ ബസ്സിൽ വരുന്നു, അവൻ പാസ്റ്ററാണ്. കണ്ടമാലിലെത്തി വീട്ടിലേക്ക് പോകണം. ബസ് അവർ തടഞ്ഞു നിർത്തി. ക്രിസ്ത്യാനികളൊക്കെ ഇറങ്ങി വരുന്നു. എന്തിനാണ്? റീകൺവേർഷന് വരുന്നത്. മോൻ പറഞ്ഞില്ല. അതുകൊണ്ട് അവനെ കുഴിയിൽ നിർത്തി കഴുത്ത് വരെ മണ്ണിട്ട് ആദ്യം ഒരു തല്ലി, അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു യുവർ ലാസ്റ്റ് ചാൻസ് നോ. അപ്പോൾ അവർ പിടിച്ച് കുഴിയിൽ നിർത്തി കഴുത്ത് വരെ മണ്ണിട്ട് പറയാണ് ആർ യു റെഡി? സെഡ് നോ. സോ ഐ കോൾ ഹിം സെയിൻറ്റ് സ്റ്റീഫൻ ഓഫ് കണ്ടമാൽ. നമ്മൾ സെയിൻറ്റ് സ്റ്റീഫനെ കല്ലെറിഞ്ഞ് കൊന്നു എന്നാണ് പറയുന്നത്. രാജേഷ് ദിഗലിനെ കല്ലെറിഞ്ഞ് കൊന്നിട്ടില്ല, ഒരു പാറ കൊടുന്ന് തല തകർക്കാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് ഈ ഒരു വിറ്റ്നസ് ഒരു ബോയ് കൂടിയുണ്ട്. അവനത് പോയി ഭാര്യയോടൊക്കെ പറഞ്ഞു. അവർ 2 ദിവസം കഴിഞ്ഞ് അവിടെ വന്നപ്പോൾ ഡെഡ് ബോഡി ഇല്ല. അപ്പോൾ ഒരു പോലീസിൽ വന്നു. പോലീസ് പറഞ്ഞു യു ആർ ഹൈഡിങ് ഹിം, സോ വി കാൻ ഫയൽ FIR. ഈ കോണ്ടസ്റ്റിൽ ഇങ്ങനെ വിധവളെ കണ്ടതിന് ശേഷം പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ പലതും നടക്കും. എൻ്റെ പേഴ്സണൽ എൻ്റെ അമ്മ മരിച്ചു. എൻ്റെ ബ്രദറിലോ യുവസ് വെരി യങ്, 32 വയസ്സുള്ളൂ, അവൻ പെട്ടെന്ന് മരിച്ചു. അപ്പോൾ ഞാൻ ആ ക്രിസ്മസ് എന്തായാലും മോർണിംഗ് ആണ്, നമ്മുടെ വാലായ്മ ക്രിസ്മസ് ആണ്, അപ്പോൾ ഇത് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ കണ്ടമാലിലേക്ക് പോയി. അതാണ് അടുത്ത ടേണിംഗ് പോയിന്റ്. അവിടെ ചെന്ന് ഒരു ക്യാമ്പിൽ ആദ്യമായിട്ട് അവർ പ്രാർത്ഥനയ്ക്കാണ്. അതായത് ഓഗസ്റ്റ് തുടങ്ങി കാട്ടിലോടിയ റെഫ്യൂജി ക്യാമ്പിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ഗവൺമെൻറ് ഓർഗനൈസ് ചെയ്യുന്നു. MC സിസ്റ്റേഴ്സ് അവിടെയുണ്ട്. കളക്ടർ അവിടെ കേക്ക് കട്ട് ചെയ്യാൻ വരികയാണ്. അപ്പോൾ ഡെപ്യൂട്ടി കളക്ടറാണ് ഒരു വിനീത് കൃഷ്ണ IAS. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു, ഗുഡ് യു ആർ സെലിബ്രേറ്റിംഗ് ക്രിസ്മസ് ഫോർ ദിസ് പീപ്പിൾ, ഇത് ഭംഗിയായിട്ട് ഒക്കെ ചെയ്യുന്നു, പക്ഷേ അതിലൊന്നും അർത്ഥമല്ലേ? യു ഐ ഡോണ്ട് അക്നോളജ് ദോസ് കില്ലിങ്സ്. FIR ഫയൽ ചെയ്യുന്നില്ല നിങ്ങൾ മർഡറിൽ. കാരണം രാജേഷിൻ്റെ കേസിൽ FIR ഫയൽ ചെയ്തിട്ടില്ല. FIR ഫയൽ ചെയ്തില്ലെങ്കിൽ 2 ഇഷ്യൂ ആണ്. ഒന്ന്, പ്രതികൾ രക്ഷപ്പെടുന്നു, കേസില്ലെങ്കിൽ പിന്നെ വേർക്കും പ്രശ്നം ഉണ്ടായില്ലേ. 2, അതിലും വലിയ വേറൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ FIR ഫയൽ ചെയ്ത ഉടൻ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇന്ത്യയിലെ ഏത് കമ്മ്യൂണൽ വയലൻസിലും വർഗീയ അക്രമത്തിലും 2 ലക്ഷം കൊടുക്കണമെന്ന് മാൻഡേറ്ററി പോളിസി ഉണ്ട്. അത് 2 ലക്ഷം കൊടുക്കും. ഇനി ഈ FIR സെൻട്രൽ ഗവൺമെൻറ്റിന് ഫോർവേഡ് ചെയ്താൽ പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് ചെയ്ത് 3 ലക്ഷം കൊടുക്കും. അപ്പോൾ 5 ലക്ഷമാണ്. FIR ഫയൽ ചെയ്തില്ലെങ്കിൽ അവർക്ക് പൈസ കിട്ടില്ല. അപ്പോൾ ഞാൻ കളക്ടറോട് പറഞ്ഞു ദീസ് ആർ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ്. കളക്ടർ പറഞ്ഞു ഇതൊക്കെയാണ്, ദിസ് ഇസ് ഹൗ യു ഗെറ്റ് ഇൻ ടു ദിസ്. അപ്പോൾ ഞാൻ കെട്ടുകഥയാണ്. ഞാൻ പറഞ്ഞു പ്ലീസ് മൈൻഡ് യുവർ ലാംഗ്വേജ്. ഞാനോട് പറഞ്ഞു മൈൻഡ് യുവർ ലാംഗ്വേജ്, ദിസ് ഇസ് നോട്ട് ദ വേ യു ഷുഡ് റെസ്പോണ്ട് ടു ദിസ്. അപ്പോൾ ആൾ പറഞ്ഞു ഐ ഹാവ് എവിഡൻസ്. ഞാൻ പറഞ്ഞു ഐ ഹാവ് എവിഡൻസ്, ബട്ട് ഡോണ്ട് സ്റ്റേ ഹിയർ ആൻഡ് പ്രൂവ് ഇറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെനിക്ക് പറ്റില്ല, ഞാൻ ഡൽഹി ബേസ്ഡ് ഒക്കെയാണ്, ഇവിടുന്ന് കാണാൻ പറ്റില്ല. വി കാൺ ഡു എനിത്തിങ്. ഐ ടുക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. അപ്പം തുടർച്ചയായിട്ട് പോയിട്ട് ഓഗസ്റ്റിൽ തുടങ്ങി ഒക്ടോബറും ജനുവരിയിലൊക്കെ വയലൻസ് ഉണ്ട്. April 9 എൻ്റെ പുസ്തകം ഇറങ്ങി, കണ്ടമാൽ എ ബ്ലോട്ട് ഓൺ ഇന്ത്യൻ സെക്കുലറിസം. കണ്ടമാൽ ഭാരതത്തിൻ്റെ മതേതരത്തിൻ്റെ ഒരു കളങ്കം. അത് റിലീസ് ചെയ്യുന്നത് കുൽദീപ് നയ്യാറാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജേർണലിസ്റ്റ്, പാട്രിയാർക്ക് ഓഫ് ജേർണലിസം. അതൊക്കെ ചെയ്ത് സ്വാമി അഗ്നിവേശൊക്കെ വന്നു, ഭയങ്കര വാർത്തയായി, സെൻസേഷൻ. കാരണം വളരെ ഗ്രാഫിക്കാണ്. അന്നത്തെ ഒരു ഹെഡ്ലൈൻ രസമാണ്. യുവനേരിയ ആയിരുന്നു. അവരെഴുതി ബുക്ക് ഓൺ കണ്ടമാൽ റേസസ് അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻസ്. കാരണം ഞാൻ 5 പേരുടെ പേര്, ഞാൻ 5 പേരെ എങ്ങനെ കൊന്നു എന്ന് ഞാൻ പറഞ്ഞിട്ട് പറയാണ്, ഇവർക്കൊന്നും ഒറീസ ഗവൺമെൻറ് മരിച്ചിട്ടില്ല, ഇവരൊന്നും മരിച്ചിട്ടില്ല. ഒറീസ ഗവൺമെൻറ് കണക്കനുസരിച്ച് FIR പോലും ഫയൽ ചെയ്തിട്ടില്ല. ദേ ആർ സ്റ്റിൽ അലൈവ്. ഹാർഡ് ഹിറ്റ് ഹാർഡ്. അപ്പോൾ അവർ 3 ആഴ്ചക്കുള്ളിൽ സുപ്രീം കോടതിയിൽ പുതിയ അഫിഡാവിറ്റ് കൊടുത്തു. ഞാൻ പറഞ്ഞ മർഡറൊക്കെ അക്നോളജ് ചെയ്തു. സോ ഐ വാസ് ഹാപ്പി. ഐ ഗോട്ട് ലെസ് 5 families 5 lakhs each. ഇതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്ന് വരെ അത് നിർത്താൻ തോന്നിയിട്ടില്ല. ഇത് 1 to another അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിത് ഫോളോ അപ്പ് ചെയ്യുന്നു. ഒരുപാട് ടേണിംഗ് പോയിന്റ്സ്. പിന്നെ കഴിഞ്ഞപ്പോൾ കേട്ടു നമ്മുടെ ചില ഫ്രണ്ട്സ് പറഞ്ഞു 7 നിരപരാധികളാണ്, അപ്പോൾ അവർ കോടതിയിൽ ഹാജരാക്കുന്നു. ഫാസ്റ്റ് ട്രാക്ക് കോർട്ടിൽ ഇവരുടെ മന്ദബുദ്ധിയാണോ ഇപ്പോൾ ലേറ്റസ്റ്റ് വീഡിയോ കണ്ട് നിങ്ങൾ ചിരിക്കും. അവൻ 6 പേര് നിരക്ഷ. ഒരാൾ ലിസി ക്യാൻറ്റീനിലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് അവരുടെ കളർ റിലേറ്റീവ്സും കൂടിയിട്ട് ട്രെയിനിൽ യാത്രയിലാണ്. അവനും സ്വാമിയെ കൊന്നെന്ന് പറഞ്ഞ് ജീവഭാരതത്തിന് ശിക്ഷിച്ച് ജയിലിൽ കിടപ്പുണ്ട്. ഇത് ചുരുക്കി ജുഡീഷ്യൽ ഫാഴ്സ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ആരൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്ക് സംശയമില്ല. പക്ഷെ എനിക്കറിയില്ല ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഈ കെട്ടുകഥയാണ് എൻ്റെ പുസ്തകത്തിന് സച്ചിദാനന്ദൻ, നമ്മുടെ പ്രശസ്ത കവി, ഇപ്പോൾ സാഹിത്യ അക്കാദമി ചെയർമാനായ സച്ചിദാനന്ദൻ പറഞ്ഞു കെട്ടുകഥയിൽ നിന്ന് സത്യത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് ഈ നടക്കുന്നത്. അതൊരു നീണ്ട പ്രയാണമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതേ എവിഡൻസുകളൊക്കെ ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ കയ്യിൽ ഒരു സ്റ്റംബ്ലിംഗ് ആയിട്ട് എല്ലാം ഡീറ്റെയിൽസിലേക്കൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ളൊരു എവിഡൻസ് വരികയാണ്. ഇതൊക്കെ ചെയ്തത് സംഘപരിവാറാണെന്ന് തെളിയിക്കുന്ന എല്ലാ ഡോക്യുമെൻസും അവരുടെ ഒരു മെയിൻ റാംമാധവൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ വന്ന് പെടുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഇത്. അപ്പോൾ കാര്യം എന്താണ്, ഇത് നടന്നത് വേറെ ഒന്നല്ല. അപ്പോൾ ഈ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള സ്വാമിയുടെ തുടക്കത്തിൽ അക്രമമൊക്കെ അവർക്ക് കോണ്ടെക്സ്റ്റ് അറിയാം. സ്വാമി ക്രിസ്ത്യാനികളെ ഇങ്ങനെ ആൻറ്റി കൺവേർഷൻ, ആൾ പറഞ്ഞ് ക്രിസ്ത്യാനിറ്റി അവിടുന്ന് പുറത്തുടച്ചു മാറ്റുക, ബാനിഷ് ക്രിസ്ത്യാനിറ്റി ഫ്രം കണ്ടമാൽ. അതാണ് സ്വാമിയുടെ ലക്ഷ്യം. അതേസമയം ക്രിസ്ത്യാനികൾ അപ്പോൾ ഈ
ക്രിസ്ത്യാനികൾ സ്വാമിയെ കൊന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും. സ്വാമി തന്നെ ഒരു വീഡിയോ അതെൻ്റെ കയ്യിൽ ഞാൻ കമ്പാരിറ്റീവായിട്ട് ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വാമി പറഞ്ഞ സമയത്ത് ആളുടെ ഷേപ്പും കൊല്ലപ്പെടുന്ന മേ ബി 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ സ്വാമി പറയാണ്, ദ ഹോൾ ഇൻറ്റൻഷൻ ഓഫ് യൂറോപ്പ്, US, Pope and Sonia Gandhi is to convert Kandhamal into a Christian land. But I have been sent by the gods from the Himalayas to stall it. So I have done it, they will kill me. So who killed the Swami? Christians killed. സോണിയാഗാന്ധി ആരാണ്? പാപ്പാക്ക ബേട്ടിക്ക് എന്ന് പറഞ്ഞാൽ പോപ്സ് ഡോട്ടർ ടു ക്രിസ്ത്യനൈസ് ഇന്ത്യ. അതാണ് സംഘപരിവാർ. ഞാൻ അതിൻ്റെ 99 ഒരു ചിത്രത്തിലെ ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് വന്നിട്ടുള്ള കവറേജുകളൊക്കെ എൻ്റെ ഇന്നസെൻസ് ഇംപ്രിസൺ, നിരപരാധികൾ തടവറ എന്ന് പറഞ്ഞ മൂവിയിൽ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് മൂവിയാണ് ഒറിജിനൽ. അപ്പോൾ അതിൽ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വാമി തന്നെ പറയാണ്, മാർപ്പാപ്പയുടെയും സോണിയാഗാന്ധിയുടെയും അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയൊക്കെ ലക്ഷ്യം കണ്ടമാനം ഇപ്പോൾ 20% ക്രിസ്ത്യനാണ്, 100% ക്രിസ്ത്യൻ ആക്കാനാണ്. ഞാൻ എതിർത്തുകൊണ്ട് എന്നെ കൊല്ലും എന്ന് സ്വാമി പറഞ്ഞത് കൊണ്ട് ഇതിൻ്റെ തെളിവുകളൊക്കെ അവർ ചെയ്ത് എല്ലാ പ്രിപ്പറേഷനും ചെയ്ത് ഒരു ഫേക്ക് ബെറ്റിക്കോളർ നിങ്ങൾ കേട്ടച്ചിരിക്കുന്നത് കെട്ടുകഥയാണ്. എന്നിട്ടാണ് ഒറീസ ഹൈക്കോടതി കഥ ഓക്കെ എന്ന് പറയുന്നത്. ബെറ്റിക്കോള എന്ന് പറയുന്ന ഒരു കാത്തലിക് പാരിഷ് അവിടെ ഓൾറെഡി ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ റിസർച്ച് വെൽ സ്റ്റഡീഡ് ആണ്. ഈ ബെറ്റിക്കോള പാരിഷ് 2008 മെയ് 25 ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയെന്നാണ് പറയുന്നത് പാരിഷ് കൗൺസിലിൽ. എന്താണ്? വി ഫോർ ദ ഡെവിളിഷ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഗോഡ് ഹാവ് ഡിസൈഡഡ് ടു ഓഫർ എ ലൈഫ് ഓഫ് എ മങ്ക് ഓൺ ജന്മാഷ്ടമിയുടെ ദൈവത്തിൻ്റെ പൈശാചിക സന്തോഷത്തിന് ഒരു സ്വാമിയുടെ ജീവൻ ബലി കൊടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ആർച്ച് ബിഷപ്പ് ചീനാത്തും ഇടവകയിലെ 17 പേരും ഒപ്പിട്ട റെസൊല്യൂഷനാണ്. അത് ജന്മാഷ്ടമി ദിനത്തിലാണ് കൊല്ലുന്നത്. ജന്മദിനത്തിൽ കൊന്നാലാണ് മാക്സിമം ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ബെറ്റിക്കോള റെസൊല്യൂഷൻ. അപ്പോൾ ഇത് തെളിവായിട്ട് ഒറീസ ഹൈക്കോടതി വരെ ഭയങ്കര ജുഡീഷ്യറിയാണ് ഇന്ത്യയിൽ. ഇതൊക്കെ ആരായി ഫാബ്രിക്കേറ്റ് ചെയ്തതും ഇത്തരം ഇതൊക്കെ പറയും. അതിന് പിന്നിലൊക്കെ ആൾക്കാരുണ്ട്. ഞാനിതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പോൾ ഈ ബെറ്റിക്കോള റെസൊല്യൂഷനിൽ പറയുന്നത് വേദാന്ത കേസരി സ്വാമി ലക്ഷ്മണാനന്ദ എന്നാണ്. സ്വാമിക്കൊരു പേരുണ്ട്, വേദാന്ത കേസരി സ്വാമി ലക്ഷ്മണാനന്ദ. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് പറയും. ഇതൊരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ് ഇതിൻ്റെ. അപ്പോൾ ഈ ബെറ്റിക്കോള റെസൊല്യൂഷനിൽ ആർച്ച് ബിഷപ്പ് അപ്പോൾ ഇത് ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ പള്ളികളൊക്കെ ആക്രമിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തെളിവുണ്ടാക്കണ്ടേ. അപ്പോൾ ഈ ബെറ്റിക്കോളയിലെ ആൾക്കാർ മുഴുവൻ ഓടി. അവിടെ പലതവണ അവർക്ക് അറ്റാക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? പള്ളിയുടെ രജിസ്റ്റർ കിട്ടി അതിൽ ഈ ഫേക്ക് റെസൊല്യൂഷൻ എഴുതിയുണ്ടാക്കി ഇവർ ഒപ്പിട്ടു. പിന്നീട് ഉടൻ തന്നെ അവിടുത്തെ ഈ കമ്മിറ്റിക്കാരൊക്കെ കൂടി പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് ഞങ്ങളുടെ സിഗ്നേച്ചറോ അല്ലാതെ ഞങ്ങളല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതവിടെ പക്ഷെ ഇന്ന് വരെ അപ്പീൽ എടുത്തിട്ടില്ല കേട്ടോ. ആ ഡിഫമേഷൻ കേസ് 14 കൊല്ലമായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഒറീസ ഹൈക്കോടതിയൊക്കെ വളരെ സ്പെഷ്യൽ കോടതിയാണ് അത്. സംഘപരിവാറിൻ്റെ കോടതി എന്ന് വരെ പറയാൻ വേണമെങ്കിൽ കേട്ട് കഴിഞ്ഞാലും വിശ്വസിക്കില്ല. അത്രയും പരിപാടികൾ ഇവിടെ നടന്നുണ്ട്, ജുഡീഷ്യൽ ഫാസ്റ്റ്. അപ്പോൾ അങ്ങനെ വിചാരണ വന്നു. അപ്പോൾ പ്ലോട്ട് എന്താണ്? ആരാണ് സ്വാമിയെ കൊന്നത്? ക്രിസ്ത്യാനികൾ. സ്വാമിയെ കൊന്ന ഉടനെ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്നറിയോ? സംഘപരിവാർ തല്ലിച്ചതച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇട്ടതാണ്. അതിൽ ഒരുത്തും 13 വയസ്സായത് ഇല്ലിറ്ററേറ്റ് പയ്യനൊക്കെ. ഇവരൊക്കെ ഞാൻ പ്രൊഫൈൽ ചെയ്യുന്നത്. ആദ്യത്തെ ബാച്ച് ഓഫ് കില്ലേഴ്സ്. ക്രിസ്ത്യാനികൾ സ്വാമിയെ കൊന്നു എന്ന് പറഞ്ഞത് ഒറീസ പോലീസ് അല്ല. പ്രവീൺ തൊഗാഡിയ അവിടെ ഉണ്ട്. സമീര എക്സിക്യൂഷന് ഇതൊക്കെ അവിടെ ഉണ്ട്. എല്ലാം പ്രീ പ്ലാൻഡ് ആണ്. ബ്ലണ്ട് ഇത് ആദ്യമായിട്ട് പറയണതൊന്നല്ല. ഇത് രാജ്യത്തിന് മുന്നിലും വൈറൽ ഇന്റർവ്യൂ എല്ലാ സ്ഥലത്തും നമ്മൾ പബ്ലിക്കായിട്ട് ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിലാണ് ആദ്യം പറയുന്നത്. എൻ്റെ പ്രോഗ്രാമൊക്കെ അവിടെ ചെയ്യുള്ളൂ. കാരണം കണ്ടമാൽ ഈസ് ആൻ അസോൾട്ട് ഓൺ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ സെക്യുലറിസം, ഫ്രീഡം ഓഫ് റിലീജിയനൊക്കെ. അങ്ങനെ ഞങ്ങൾ ഈ ബെറ്റിക്കോള റെസൊല്യൂഷൻ്റെ ഈ കോണ്ടെക്സ്റ്റ് ടോട്ടലി ഡിനൈഡ്. അപ്പോൾ ബേസ് ക്രിസ്ത്യാനികൾ സ്വാമിയെ കൊന്നു. ക്രിസ്ത്യാനികൾ സ്വാമിയെ കൊന്നപ്പോൾ ആരും ജയിലിൽ കിടക്കണ്ടേ? ക്രിസ്ത്യാനികൾ ജയിലിൽ കിടക്കണം. അങ്ങനെ ഈ പാവങ്ങളെ പിടിച്ചു കൊടുന്ന് 40 ദിവസം ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഓടില്ല. കാരണം അതിൽ പിടിച്ചാലും ഒരാൾ ഹൈക്കോടതിയിലൊരു ലോയറാണ്, ഒരു ക്രിസ്ത്യൻ ലോയറുണ്ട്, മനാസ് രഞ്ജൻ സിംഗ്. അവരൊക്കെ ഞാൻ വളരെ അറിയണ്ട. അപ്പോൾ അവൻ അന്ന് ഭുവനേശ്വറിലാണ്. ഈ സ്വാമി കൊല്ലപ്പെടുന്ന നേരത്തെ ഹൈക്കോടതി ലോയർ ഭുവനേശ്വറിൽ നിന്ന് പിന്നെ നാട്ടിലേക്ക് വന്നതാണ് വണ്ടിയും കൊണ്ട്. അപ്പോൾ അവനെ പിടിച്ച് അവനെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അവർക്ക് മനസ്സിലായി ഇതാകെ പൊളിയും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? 40 ദിവസം കഴിഞ്ഞപ്പോൾ അവരെ കണ്ട് അഫിഡാവിറ്റ് എഴുതി വാങ്ങിച്ചെന്ത്? ഡ്യൂ ടു ഫിയർ യു ആർ ടേക്കൻ ഷെൽട്ടർ ഇൻ ദ പോലീസ് സ്റ്റേഷൻ. ഞങ്ങൾ ഭയം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ അവൻ തല്ലി ചതച്ചിട്ട് അവൻ്റെ ഓരോരുത്തരും മുഖത്തെ പാടൊക്കെ ഞാൻ കയറി നിന്നിട്ട് ആൾക്കാരൊന്ന് ചാടുകയാണ് അവരുടെ മേൽ. മുഖമൊക്കെ പൊളിഞ്ഞിട്ട് അവൻ്റെ തലയിലെ സ്റ്റിച്ചൊക്കെ കാണും, പിക്ചേഴ്സ്. അവരെ വിട്ടയച്ചിട്ട് വേറെ 7 പേരെ പിടിച്ചു കൊടുന്നു. ആ 7 പേര് കഴിഞ്ഞ 11 കൊല്ലം ജയിലിൽ കിടന്നു. 2008 ഒക്ടോബറിലും ഡിസംബറിലും ആയിട്ട് അറസ്റ്റ് ചെയ്ത അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടമാൽ നമ്മുടെ ജേണി ആദ്യം തുടങ്ങിയത് നീതി കോമ്പൻസേഷൻ തുടങ്ങി. പിന്നെ ഞാൻ കൂടുതൽ എനിക്ക് എന്തോ
ഒരിക്കലും ഇത് കൈപിടിയാൻ തോന്നിയില്ല. കാരണം ഇവർക്ക് വേണ്ടി ആരും സംസാരിക്കേണ്ടവർ സംസാരിക്കുന്നില്ല. പിന്നെ ഭയങ്കര മാസി കവറപ്പ് കണ്ടപ്പോൾ എന്തായാലും ഈ വ്യക്തിയോടെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നല്ലത് ചെയ്യാം. എനിക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അല്ലെങ്കിൽ ഞാൻ ലോ പഠിച്ചതിൻ്റെ അല്ലാതെ ഞാൻ ലോ പഠിക്കാൻ കാരണം എന്താണ്, ഞാൻ സിവിൽ സർവീസ് പഠിക്കാനാണ് തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ 2 തവണ എന്നെ അപ്പോയിന്റ് ചെയ്യാൻ വിളിച്ചത്. ഇന്റർവ്യൂ കഴിഞ്ഞ് സെലക്ടഡ് ആയിട്ട് ജോയിൻ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ ആൾ IFS ഒക്കെ ഉണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു വൈ ഡോണ്ട് യു കം ടു ഡൽഹി എന്നൊക്കെ പറഞ്ഞ കസിൻ പാർലമെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സിവിൽ സർവീസ് പഠിക്കാനാണ് പോയത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് സിവിൽ സർവീസ് ഗവൺമെൻറ് യെസ്മെൻ പരിപാടി നോക്കില്ല താല്പര്യമുള്ള. അതുകൊണ്ട് ഞാൻ LLB ചെയ്തു. അപ്പോൾ സുപ്രീം കോടതിയിലൊക്കെ എൻറോൾ ചെയ്യണമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. LLB ഒക്കെ സ്മൂത്തായിട്ട് നല്ല ഓൾ ഇന്ത്യ എൻട്രൻസിലൊക്കെ ഹൈ ലെവലിൽ പാസ്സായതാണ്. പക്ഷേ ഐ നെവർ എൻറോൾഡ്. അത് ദൈവത്തിന് 2 തവണ ഫോം എടുത്തു, രജിസ്ട്രേഷൻ ഫോം, എൻറോൾമെൻറ്റ് DD വരെ ഉണ്ടാക്കിയിട്ട് എൻറോൾ ചെയ്തില്ല. പക്ഷേ ആ സ്കില്ലൊക്കെ ഇവർക്ക് വേണ്ടി ഉപയോഗിച്ചു. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു മിസ്റ്റീരിയസ് ആർ ദ വേസ് ഓഫ് ഗോഡ്. അപ്പോൾ അതിനിടയ്ക്ക് വൈഫിൻ്റെ ഡൽഹി ക്ലൈമറ്റ് സൂട്ട് ആവാത്തത് കൊണ്ടുള്ള അങ്ങനെ മൂവ്മെൻ്റ് ഒക്കെ വന്ന് എനിവേ നമ്മൾ തുടർന്നു. പക്ഷേ ഇപ്പോഴും കണ്ടമാൽ പ്രയാണം നിൽക്കുന്നില്ല. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ റെവലേഷൻസാണ്. അപ്പോൾ ഈ 7 നിരപരാധികളാണെന്ന്. അപ്പോൾ അതിനിടയ്ക്ക് ജഡ്ജി, അപ്പോൾ ഞാൻ അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസ് വിചാരണ ചെയ്യുന്നത് നമുക്ക് ഹയർ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വളരെ ഒബ്ജക്റ്റീവായിട്ട് ഓരോ സോഴ്സും കാണും. അപ്പോൾ ഞാൻ അവിടുത്തെ ഈ കേസ് ഡീൽ ചെയ്യുന്ന ഡിഫൻസ് ലോയർ, അദ്ദേഹം പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു. ആളുടെ അപ്പൻ ഒറീസയിലെ മന്ത്രിയായിരുന്നു, അനുജൻ MLA ആണ്. ഇറ്റ്സ് എ വെരി ബ്രാഹ്മിൻ ഫാമിലി. ഒരു സന്തോഷ് കുമാർ പാടി എന്നും പറഞ്ഞു ആ വീഡിയോയിലൊക്കെ ഉണ്ട്. ഒരു സ്ട്രോങ് ഫെല്ലോ. ആൾ പറഞ്ഞു സാർ ഡോണ്ട് വറി, ഐ വിൽ ഗെറ്റ് ദം അക്വിറ്റഡ്, ദെർ ഈസ് നോ എവിഡൻസ്. ജഡ്ജി തന്നെ പറയുന്നു ഒരു നിരപരാധികളെ നിങ്ങൾ എന്തിനോട് വെച്ചേക്കണമെന്ന്. ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ. അപ്പോൾ ആദ്യത്തെ ജഡ്ജിന് ട്രാൻസ്ഫർ, പുതിയ ജഡ്ജി വരുന്നു. CR ദാസ്, ചിത്തരഞ്ജൻ ദാസ് പോയിട്ട് അടുത്ത ബിരാൻജി മിശ്ര വരുന്നു. ബിരാൻജി മിശ്ര മോർ ഫ്യൂരിയസ്. അപ്പോൾ ആൾ ക്രൈം ബ്രാഞ്ച് SP ചെയ്ത് പറയും വൈ ആർ യു ഡിലേയിങ് ദ പ്രോസസ്, കാരണം ഇവർക്ക് തെളിവൊന്നുമില്ല. അവൻ അവസാനം ജഡ്ജ് ഗോട്ട് ഫ്യൂരിയസ്. അപ്പോൾ ഒരു ദിവസം പറഞ്ഞു ഗോട്ട് ഇൻ റെക്കോർഡ്, ജഡ്ജ് ഡയറിയിൽ എഴുതുകയാണ് ദ കോണ്ടക്ട് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഈസ് ഡിപ്ലോറബിൾ, അപലപനീയാണെന്ന്. ഇതിൻ്റെ ക്രൈം ബ്രാഞ്ച് SP കോണ്ടാക്ട്. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് ഞാൻ അപ്പോൾ കണ്ടമാൽ ക്രേസ് ഫോർ ജസ്റ്റിസ് 5th ആനിവേഴ്സറി 5 കൊല്ലമായി. ഇതിൽ കുറേ തെളിവുകൾ. അപ്പോൾ എന്താണ്, വിചാരണ കഴിഞ്ഞ് ഫാസ്റ്റ് ട്രാക്ക് കോർട്ടിൽ 2 ജഡ്ജിമാരെ മാറ്റി, വിചാരണ മാറി, വിധിയില്ല, ജഡ്ജിനെ മാറ്റി. വിധി പറയുമ്പോൾ ജഡ്ജിനെ മാറ്റി. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ ഹോം മിനിസ്റ്റർ, ഇതൊന്നും എഴുതിയിട്ടില്ലേ, ഹോം മിനിസ്റ്റർ ഷിൻഡെ കണ്ടു. അനുമുന ഹോം മിനിസ്റ്റർ ചിദംബരനെ കാണാൻ വിളിച്ചിട്ട് അയാൾ എന്നെ കോട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊരു നീണ്ട യാത്രയാണ്. അപ്പോൾ ഈ 2013 ആദ്യം ഞാൻ പറഞ്ഞു ഫാസ്റ്റ് സർ വാട്ട് എ ഫാൾസ് ഇറ്റ് ഇസ്, ട്രയൽ ഈസ് ഓവർ, ജഡ്ജസ് ഹാവ് ബിൻ ട്രാൻസ്ഫേർഡ്, ദർ ഇസ് നോ വെർഡിക്റ്റ് ആൻഡ് ഇന്നസെന്റ് പീപ്പിൾ. അപ്പോൾ ഹോം മിനിസ്റ്റർ പറഞ്ഞു ലെറ്റ് ഐ ബി ഇൻവെസ്റ്റിഗേറ്റ്, ദെൻ വി വിൽ ഹാവ് എൻ എൻക്വയറി. അന്ന് എൻക്വയറി സ്ട്രേറ്റ് ചെയ്താൽ മതി, അവർ ചെയ്തില്ല. വാട്ട് എവർ ഇറ്റ് ഇസ്, കോർട്സ് ഈസ് ഓൺ വേ. അപ്പോൾ എന്തുണ്ടായി, ഞാൻ അതിനിടയ്ക്ക് ഒരു വലിയ ഇൻ്റർനാഷണൽ അവാർഡായിട്ട് ടൈറ്റസ് ബ്രാൻസ്മ അവാർഡിനൊക്കെ വേണ്ടി അമേരിക്കയിലും പനാമയിലൊക്കെ പോയി. അവിടെ വെച്ചാണ് ജഡ്ജ്മെൻറ്റ് വരുന്നത്. ഇവരെന്നെ വക്കീൽ വരെ പറഞ്ഞു അക്വിറ്റഡ് ആവുന്നു. പക്ഷേ പുതിയ ജഡ്ജ് വന്ന് പെട്ടെന്ന് വിധി. ഞാൻ പറയുന്നു, ഞാൻ ആ ജഡ്ജ്മെൻറ്റ് ഇന്ത്യയിലെ ഒരു ടോപ്പ് ജഡ്ജിന്, പേര് പറയുന്നില്ല, ജഡ്ജിന് കാണിച്ചു കൊടുത്തപ്പോൾ ആൾ പറഞ്ഞാൽ എന്താണെന്നറിയാം, ദിസ് ഈസ് റിട്ടൺ ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ അതൊരു ജഡ്ജ് എഴുതിയ വിധിയല്ല, ജഡ്ജ് ഒപ്പിട്ടുണ്ട്. ആർക്കെ തോഷം, ഞാൻ പബ്ലിക്കലി പറയുന്നതാണ്, ആർക്കെ തോഷം ജഡ്ജ് ഇത് ഒപ്പിട്ടുണ്ട്. പക്ഷെ ആളിത് എഴുതിയെന്ന് ആളോട് തന്നെ ചോദിക്കണം. കാരണം അത് വായിച്ചാൽ ഏത് സാമാന്യ ബോധമുള്ള ആർക്കും അറിയാം ഇതൊരു ജഡ്ജ് എഴുതിയ വിധിയല്ലെന്ന്. ആ വിധിയുടെ അപ്പീൽ കഴിഞ്ഞ 9 കൊല്ലമായിട്ട് ഒറീസ ഹൈക്കോടതിയിൽ മുന്നോട്ട് പോവില്ല, എടുക്കാൻ പറ്റും, തൊടിപ്പിക്കില്ല. ആരൊക്കെയോ ഇതിൻ്റെ പിന്നിൽ കിടന്ന് ഉരുളുന്ന വ്യക്തമാണ്. അപ്പോൾ ഈ ജഡ്ജ്മെൻ്റാണ് അപ്പീൽ പെൻഡിങ് കിടക്കുന്നത്. അപ്പോഴാണ് നിരപരാധികൾ. അപ്പോൾ നമ്മൾ കൂടുതൽ ക്യാമ്പയിൻ വീണ്ടും നമ്മൾ ഇൻറ്റൻസിഫൈ ചെയ്തു. അത് പറഞ്ഞേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവരെ റിസർച്ച്, ഇവരെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പോയി അവരുടെ അവരുടെ ഗ്രാമങ്ങളിൽ ചെന്നപ്പോൾ അവിടുത്തെ ഹിന്ദുക്കൾ പറയാം, സാർ ഇത് തെറ്റാണ്, അവൻ ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന് വൈകുന്നേരം, ഇവൻ എങ്ങനെ പിടിച്ചിട്ട് കേസിൽ കള്ളക്കേസിൽ കൊടുക്കുക, അവർ ഞങ്ങളോട് വന്ന് ചോദിക്കണ്ടേ, ഇത് ഞങ്ങൾ ഏത് കോടതിയിൽ വേണം വന്ന് സാക്ഷ്യം പറയാൻ തയ്യാറാണ്, വീഡിയോ ആണ്, ഞാൻ റെക്കോർഡറാണ്. അവിടുത്തെ ഹിന്ദുക്കൾ പറയുന്ന അവൻ എൻ്റെ കൂടെയുണ്ട്, ഒരുത്തും മന്ദബുദ്ധിയാണ്, ഇവൻ പുറത്തേക്ക് പോവില്ല, പല സ്ഥലത്താണ്, മറ്റൊരിടത്തും ട്രെയിനിലാണെന്ന് നമ്മൾ പറയും. അപ്പോൾ ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് ജഡ്ജ് വിധി? ചുരുക്കി പറഞ്ഞാൽ 2 ജഡ്ജിമാരെ ട്രാൻസ്ഫർ ചെയ്ത് 3ാമതൊരു ജഡ്ജി ഒപ്പിട്ട വിധിയാണ് കണ്ടമാലിൻ്റെ. ഇവരെ ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു 2013. നമ്മൾ കൂടുതൽ വാശി, കാരണം നമ്മൾ സുശീൽകുമാർ ഷിൻഡെ കണ്ടു രക്ഷപ്പെടുന്നത് വിചാരിച്ചത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി. അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ഓൺലൈൻ ക്യാമ്പയിൻ release7innocence.com. ഇവരുടെ ഭാര്യമാരെ ഇല്ലിറ്ററേറ്റ് പാവങ്ങൾ, അവർ വീടൊക്കെ പോയി കണ്ടെങ്കിൽ സങ്കടം, അപ്പോൾ അവരെ സഫറിങ് ആണ് എന്നെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരെന്നൊക്കെ സംഘടിപ്പിച്ച് വളരെ സീക്രട്ടായിട്ട് അവർ ഡൽഹിയിൽ എത്തിച്ചൊരു ഓൺലൈൻ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ കുൽദീപ് നയ്യാരോടീൻ്റെ ഒക്കെ സുഹൃത്ത് സ്വാമി അഗ്നിവേഷൊക്കെ നമ്മുടെ സ്വന്തം ബ്രദർ പോലെയാണ്. ദിഗ്വിജയ് സിംഗ്, ഓസ്കാർ ഫെർണാണ്ടസ്, അവരുടെ എല്ലാ VIP കളുണ്ട്.
ഈ പ്രോഗ്രാം തുടങ്ങുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എല്ലാം VIP-കളാണ് പൊടിയത്തിലേക്ക്, തവണ നിങ്ങൾ പുറത്താഴെ ഇരിക്കണം. ഇവിടുത്തെ VIP അവരുടെ ഭാര്യമാർ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്ത്രീകളെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഇവർ താഴെ, അവർക്കത് ഭയങ്കര ഇഷ്ടമായി, സോ ഹാപ്പി. എന്നിട്ട് അവർ കരയാൻ തുടങ്ങിയപ്പോൾ കുൽദീപ് നായർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് റോങ് വിത്ത് ദിസ് കൺട്രി? വാട്ട് ഈസ് റോങ് വിത്ത് ദിസ് കൺട്രി? അതാണ് കണ്ടമാലിലെ ജുഡീഷ്യൽ ഫാൾസ്, സിസ്റ്റം ഫെയിലിയർ, പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ്, എന്നിട്ട് ഇന്നസെൻറ്റ് പീപ്പിൾ ഷെയിംലെസ്ലി കെപ്റ്റ് ഇൻ ജയിൽ ഫോർ 11 years. അവസാനം ഓൺലൈൻ ക്യാമ്പയിൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ ഹൂ കിൽഡ് ദ സ്വാമി ലക്ഷ്മണാനന്ദ, ആ ബുക്ക് വളരെ ക്ലിയർ ആണ്. അതിൽ 3 ചാപ്റ്ററാണ്. ഒന്ന് വാട്ട് ഹാപ്പൻഡ് ഇൻ കണ്ടമാൽ, ഒരു സമ്മറി. അതിൻ്റെ മുന്നത്തെ പുസ്തകങ്ങളിൽ കുറേയും കൂടി ഡീറ്റെയിൽസ് ആണ്, അപ്പോൾ അവിടെ കംപ്രസ് ചെയ്തു. അത് കഴിഞ്ഞ് ദ ട്രാവസ്റ്റി ഓഫ് ജസ്റ്റിസ്, ആദ്യം ഫസ്റ്റ് ബാച്ച് ഓഫ് കില്ലേഴ്സ്, സെക്കൻഡ് ബാച്ച് ഓഫ് സ്കില്ലേഴ്സ്, പിന്നെ അത് കഴിഞ്ഞ് 3-ാം പാർട്ട് ഈ സംഘ് പരിവാറിൻ്റെ റോള്, അവരുടെ ഹയസ്റ്റ് ലെവലിലുള്ള നേതാക്കന്മാർ. ഞാനിപ്പോൾ എല്ലാ പേരുകളും ഡീറ്റെയിൽസിലേക്കൊന്നും ഇവിടെ പോകുന്നില്ല, പേര് കേട്ട പലരും ഞെട്ടിപ്പോകും. അവരുടെയൊക്കെ വ്യക്തമായ പങ്കുണ്ടെന്ന് തെളിവ് സഹിതം, വെറുതെ അല്ല, അങ്ങനെ ഞാൻ രാജ്യത്ത് ഇറങ്ങി നടക്കാൻ പറ്റില്ല എനിക്ക്. ഇത്രയും ആൾക്കാരെയൊക്കെ പേരുകൾ നിരത്തി പറഞ്ഞിട്ട് ഇവരൊക്കെ ഇതിൽ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഹൂ കിൽഡ് ദ സ്വാമി. അതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനികൾ സ്വാമിയെ കൊന്നിട്ടില്ല, ഇവരും കൊന്നിട്ടില്ല, ഇവർ ചെയ്യാൻ പറ്റൂല, മന്ദബുദ്ധിയാണ്. ഇപ്പോൾ ഈ ബുണ്ട മെടമാജി എന്ന് പറഞ്ഞ മണ്ടെന്ന് പറയാൻ പാടില്ല, എന്തായാലും അങ്ങനത്തെ ഭാവമാണ്. അവൻ്റെ ഭാര്യ പറയാണ്, ഈസ് എൻ അനിമൽ, ഒരു മൃഗമാണ്. എന്താണെന്ന് അറിയാം, കുറച്ച് ഭക്ഷണം കഴിക്കും, തിന്നും, കുടിക്കും, കിടന്നുറങ്ങും, ആരോടും മിണ്ടില്ല. ലുങ്കി പോലും മേടിക്കാൻ ആരോട് വർത്താനം പറയാൻ അറിയില്ല. 5-ൻ്റെയും 10-ൻ്റെയും നോട്ട് തിരിച്ചറിയാത്ത ആള് അവൻ 50 kilometer പോയിട്ട് AK-47 കൊണ്ടുപോയി സ്വാമിയെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ബെഡ്റൂമിൽ നിന്ന്, വീട്ടിൽ ബെഡിൽ കുടിലാണ്, അതിൻ്റെ ബെഡ്റൂമിൽ നിന്ന് തോക്ക് കണ്ടെടുത്തു എന്നാണ് ഹൈക്കോടതിയുടെ മുന്നിൽ, ട്രയൽ കോർട്ടിൽ ക്രൈംബ്രാഞ്ച് SP പറയണത്. ആ ക്രൈംബ്രാഞ്ച് SPക്ക് ഈ കണ്ടമാൽ കെട്ടുകഥ ചമച്ച ക്രൈംബ്രാഞ്ച് SPക്ക് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തേന്. എന്താ നമ്മുടെ സിസ്റ്റം എന്നറിയാം, അവന് പോലീസ് മെഡൽ, ഇവരെന്നെ ജയിലിലാക്കിയത്. ഇനി ഈ വിദ്വാൻ ചെയ്ത പണി കേൾക്കണം. ഈ ക്രൈംബ്രാഞ്ച് SP അങ്ങനെ പറഞ്ഞ് വിധി കിട്ടി, ഇവരെ ശിക്ഷിച്ചു. വിധി പറഞ്ഞപ്പോൾ നമുക്ക് അറിയാം ഏകദേശം മനസ്സിലായി ആരാ വിധി എഴുതിയേക്കണമെന്ന്. അത് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ജസ്റ്റിസ് നായിഡു എന്ന് പറയും, അദ്ദേഹമാണ് കണ്ടമാൽ എൻക്വയറി കമ്മീഷൻ, ഹൈക്കോടതി സീനിയർ ജഡ്ജായിരുന്നു. ജസ്റ്റിസ് നായിഡുവിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, ഞാൻ ക്രിസ്ത്യാനികളെ കള്ളപ്പേരിൽ വരുത്തിയിട്ടില്ല, നിരപരാധികളെ ശിക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ പീലാത്തോസ് കൈ കഴുകുന്ന പോലെ സന്തോഷ് കുമാർ പട്നായിക്ക് പറയുന്നത് എനിക്കിതിൽ പങ്കില്ല എന്ന്. ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലെയിമിലാണ് ബെറ്റിക്കോളർ റെസൊല്യൂഷൻ റിയലാണെന്നൊക്കെ ഇവരാണ് സ്ഥാപിച്ചത്. എന്നിട്ട് അയാൾ പറയാണ് ബെറ്റിക്കോളർ റെസൊല്യൂഷൻ ഫോർജ്ഡാന്ന്. ബെറ്റിക്കോളർ റെസൊല്യൂഷൻ്റെ പിന്നിൽ ആർച്ച് ബിഷപ്പ് ചീനാത്തത്തിൻ്റെ നേതൃത്വത്തിൽ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം സ്വാമിയെ കൊന്നു എന്നാണ് ക്ലെയിം. അത് ഫോർജ്ഡാന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് 9 കൊല്ലം കഴിഞ്ഞിട്ടൊന്നും ഒറീസ ഹൈക്കോടതിയിൽ ഈ അപ്പീൽ വരില്ല. അപ്പോൾ ആരെയൊക്കെയോ സംരക്ഷിക്കാനുള്ള ഒരു ഭീകര, അതുകൊണ്ടാണ് ഇതൊന്നും നമ്മുടെ പ്രശ്നമില്ല. കണ്ടമാൽ വളരെ വിദൂരത്താണെന്നല്ലാണ് ഞാൻ പറഞ്ഞ 2000 kilometer ഉണ്ടെങ്കിലും എൻ്റെ കണക്ഷൻ റെസ്പോൺസ് ഹാസ് ബിൻ വെരി പോ. ഇത്രയൊക്കെ എക്സ്പോസ് ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ സന്തോഷത്തോടു കൂടെ തിരുവനന്തപുരത്ത് റിലീസ് ചെയ്തു. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സുരേഷ് കുമാർ 2 പേരെ ഒന്നിച്ച് നിർത്തിയിട്ട് അവർ ഒരു പുസ്തകം പിടിക്കണം, അങ്ങനെ റിലീസ് ചെയ്തു. ഇവിടെ സാനു മാഷും അതുപോലെയുള്ള പലരും, ജോൺ പോൾ പറഞ്ഞൊരു വാചക രസമായിരുന്നു. കാരണം ഇംഗ്ലീഷ് കൊച്ചിയിൽ ജോൺ പോൾ പറയാണ്, ഇതൊക്കെ വായിച്ചിട്ട് എനിക്കൊരു പ്രാർത്ഥനയുള്ള ദൈവമേ ഇതൊന്നും സത്യമാവാതിരിക്കട്ടെ എന്ന്. അവിടെ നടന്നതൊക്കെ ചുരുക്കി ഒരു കന്യാസ്ത്രീയെ റേപ്പ് ചെയ്യുന്നു, ഒരു സിസ്റ്റർ, 28 വയസ്സുള്ള ചെറുപ്പം സിസ്റ്ററിനെ റേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? 2 പേര് 2 കയ്യിൽ കയറി നിൽക്കുകയാണ് സിസ്റ്ററുടെ. 3-ാമതൊരാൾ റേപ്പ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ കൈയടിക്കുക, പോലീസുകാർ വരെ. എന്നിട്ട് ഒറീസ ഗവൺമെൻറ് 40 ദിവസം അത് മിണ്ടാതിരുന്ന് അവസാനം കൊത്തിപ്പൊക്കി. ഇതൊക്കെ ഇത് രാജ്യത്ത് നടന്ന സംഭവം പറയുന്നത്, ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ഇത് ഫുൾ കവറപ്പ്. ഇങ്ങനത്തെ ഈ കവറപ്പാണ് എന്നെ ഏറ്റവും ഒരുപാട് പ്രൊവോക്ക് ചെയ്തത്. ഇത് സംഘപരിവാറിനൊരു ലക്ഷ്യമുണ്ട്, എന്നാണ് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കണം. അതിനുവേണ്ടി അവർ എന്തും ചെയ്യും. അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് കണ്ടമാലിൽ കണ്ടത്. അതിൽ ജുഡീഷ്യൽ സിസ്റ്റം സപ്പോർട്ട് ചെയ്ത്, നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കില്ലേ. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കണം. അതിനുവേണ്ടി അവർ എന്തും ചെയ്യും. അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് കണ്ടമാലിൽ കണ്ടത്. അതിന് ജുഡീഷ്യൽ സിസ്റ്റം സപ്പോർട്ട് ചെയ്ത്, നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കില്ലേ.